പ്രശ്നമെന്ന് പറഞ്ഞ് ഇതിന്ന് പിന്മാറരുത് കേട്ടോ. മാഡം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എല്ലാ സമ്പത്തും നിങ്ങളുടെ പേരിലാക്കാനുള്ള നടപടികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അഡ്വക്കേറ്റിനെ വിളിച്ച് ഞാനതൊന്ന് സ്പീഡപ്പ് ആക്കാൻ പറയാം. അത് കഴിഞ്ഞ് നിങ്ങളത് വിൽക്കോ പണയം വയ്ക്കോ എന്താന്ന് വെച്ച് ചെയ്തു. ഈ കണിമംഗലം പഴയ കണിമംഗലമായിട്ട് തന്നെ നിൽക്കണം. കേട്ടല്ലോ? ഞാൻ എന്താ ഇപ്പം മാഡത്തിനോട് പറയാ? ഒരു കാര്യം ചെയ്യാം, പറയാനുള്ളത് മുഴുവൻ ദാ ഇവളോട് പറഞ്ഞേക്കാം. അമ്മ ഇറങ്ങട്ടെ മോളെ. ശരിയാണ്. അതെ ചന്ദ്രേട്ടാ, എല്ലാം തീർന്നെന്ന് വിചാരിച്ചപ്പോഴാ അവളുടെ എഴുന്നള്ളത്ത്. ശ്യാമയുടെ സമ്പത്തെന്ന് വെച്ചാ എത്ര ഉണ്ടാവുമെന്ന് കരുതിയിട്ടാ. അതിന്റെ അളവ് എനിക്കറിയാം. ചന്ദ്രേട്ടൻ എന്താ പറയുന്നേ? ഇതിന്റെ മുമ്പിൽ തോറ്റു കൊടുക്കാന്നാണോ? തോൽവി ഇനി ചന്ദ്രശേഖരന്റെ പേരിൽ എഴുതില്ല. തോൽക്കാനുള്ളത് പരമേശ്വരനും പരമേശ്വരന്റെ മക്കളും തന്നെയാണ്. ശ്യാമയുടെ സമ്പത്ത് കൊണ്ട് കണിമംഗലത്തെ തകർച്ചയിൽ നിന്നും കരകയറ്റാമെന്ന് ആരും മോഹിക്കണ്ട. അത് നടക്കില്ല. അതിനുള്ള മാർഗങ്ങൾ ഞാൻ ചെയ്തോളാം. ചന്ദ്രേട്ടാ, ഞാനും കൽപ്പനയൊക്കെ വലിയ പ്രതീക്ഷയിലാ. വീണ്ടും ചതിക്കപ്പെടുവോ നമ്മള്? ഉർവശി, ശ്യാമയുടെ വരവും സഹായവും നിനക്കും കൽപ്പനയ്ക്കും മാത്രം അത്ഭുതം. എനിക്കതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. ആ അനുഭവം മനസ്സിൽ വെച്ച് നമ്മളങ്ങ് പെരുമാറിയ പോരെ. മാത്രല്ല, അന്ന് ഞാൻ തനിച്ചായിരുന്നില്ലേ. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാക്കാൻ മുത്തശ്ശി കൂടെയില്ലേ. മുത്തശ്ശി ധൈര്യത്തോടെ കൂടെ നിൽക്കാമെങ്കിൽ നമുക്ക് ഒരു വട്ടം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൂടെ നിൽക്കുന്നത് കൊണ്ട് എനിക്കെന്താ? എന്നാ ഞാൻ ശരത്തിനെ വിളിക്കട്ടെ. എടി, അവനല്ലാതെ വേറെ ആരുമില്ലേ? അവനൊരു മേനകെട്ട ചെറുക്കനാ. മുത്തശ്ശി, സിനിമയിൽ ഒരുപാട് ഫ്രോഡുകളുണ്ട്. ആരെയും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ശരത്തിനെ കൺട്രോൾ ചെയ്യാവുന്ന നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ വേറൊരുത്തിനെ നമുക്ക് കിട്ടാനും ഇല്ല. ഞാൻ എന്തായാലും അവനൊന്ന് വിളിക്കട്ടെ. ഹലോ പ്രിയങ്കേ. ആ ശരത്തെ, ഞാനും മുത്തശ്ശിയും കൂടി ശരത്ത് പറഞ്ഞ കാര്യം ചിന്തിക്കായിരുന്നു. ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്താലോ? നന്നായിട്ട് ആലോചിച്ചോ? ആലോചിച്ചു. മുൻപ് പറ്റിയ അബദ്ധങ്ങളൊന്നും ഇനി പറ്റരുത്. ആ ഉറപ്പ് ശരത്ത് എനിക്ക് തരണം. എന്റെ പ്രിയങ്കേ, ഞാനും എങ്ങനെയെങ്കിലും ഒന്ന് പച്ച പിടിക്കാനാണ് നോക്കുന്നത്. നിങ്ങൾ രക്ഷപ്പെടുമ്പോ അക്കൂട്ടത്തിൽ എനിക്കും രക്ഷപ്പെടാം. അത്രേ ഉള്ളൂ എന്റെ ആഗ്രഹം. പ്രിയങ്ക ഓക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. എന്നാ ശരത്ത് തുടങ്ങിക്കോ. ജീവിതത്തിലെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമ. സിനിമയിലൂടെ തന്നെ എനിക്ക് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരിടത്ത് എത്തണം. അതൊക്കെ എത്താം. ഞാൻ നേരിട്ട് വരാം. എന്നിട്ട് നമുക്കെല്ലാം ഫിക്സ് ചെയ്യാം. ഓക്കെ. ശരത്ത് വരും മുത്തശ്ശി. വന്നിട്ട് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാന്ന് അവൻ പറഞ്ഞിരിക്കുന്നത്. സിനിമയെങ്കിൽ സിനിമ. ഇവിടെയുള്ളവരുടെ കണ്ണൊന്ന് തള്ളണം. കണിമംഗലത്തുകാര് ശരിക്കൊന്ന് ഞെട്ടണം. കളിച്ചത് സുകുമാരിയോടും മകളോടുമാണെന്ന്
എല്ലാവരും ഒന്ന് തിരിച്ചറിയണം മോളെ. ഞാൻ ചെയ്തോളാം സാർ. ഇന്ന് രാത്രി തന്നെ സാറിന്റെ ഈ ആഗ്രഹം ഞാൻ നടത്തി തരാം. കമ്പനിയുടെ തിരിമറിയുടെ കാര്യത്തിൽ തനിക്കെതിരെ ഏട്ടന്റെ പരാതിയുണ്ട്. പോലീസ് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ നേരിട്ടൊരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? തടസ്സങ്ങൾ ഉണ്ടാവട്ടെ സാർ. അപ്പോഴല്ലേ ചെയ്യുന്ന ജോലിക്കൊരു ത്രില്ലുണ്ടാവും. പോലീസുകാരോ അവരുടെ അന്വേഷണമൊന്നും എന്നെ ബാധിക്കില്ല. ഗായിക ശ്യാമ ഇന്ന് എന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടിരിക്കും. നമ്മുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ ഒരു കരിനിഴൽ ആരെങ്കിലും വീഴ്ത്തിയാൽ അതങ്ങ് തുടച്ചു മാറ്റണ്ടേ സാർ? വെൽ ഡൺ. ഇങ്ങനെ ചിന്തിക്കുന്നവരെ കൂടെ കിട്ടാൻ എളുപ്പമല്ല. നമുക്ക് ഒരുപാട് നേടാനുണ്ട്. വലിയൊരു ഭാവി നമ്മളെ കാത്തുകിടക്കാം. അതിനിടയിൽ ഇതുപോലെ ശ്യാമയെ പോലെ ചില തടസ്സങ്ങൾ, അതങ്ങ് വെട്ടി നീക്കി മുന്നോട്ടങ്ങ് പോണം. വേണ്ടേ? വേണം സാർ. അപ്പോ എന്നെ ഏൽപ്പിച്ച ജോലിക്ക് ശേഷം ഇനി നമ്മൾ കണ്ടുമുട്ടും. ഓക്കെ? ഓക്കെ വെൽ.